ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണി വേലു വരുമ്പോഴേക്കും കല്യാണി നിങ്ങളെന്നാ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി നിൽക്കുക കേട്ടോ. ആ സമയത്ത് വേലു ആണെങ്കിൽ അമലിനോട് പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കണത്, ഞാനില്ലേ നിന്റെ കൂടെ എന്ന് പറയാണ്. വേലുവേട്ട, എനിക്ക് വേലുവേട്ടന്റെ സ്നേഹം അനുഭവിക്കാൻ ഒരു യോഗ്യതയില്ല, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ദേ ഇവളുടെ കല്യാണി മേഡം കാർത്തിക മേഡം എല്ലാവരും നല്ല ആൾക്കാരാ, കല്യാണി മേഡത്തിന്റെ ചേച്ചിയുടെ കല്യാണമാണ്, എന്നിട്ട് നിന്റെ കൂടെ തന്നെയാ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കലേ മോളെ, അവരൊക്കെ നല്ല ആൾക്കാരാ എന്ന് പറയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ളവരാണല്ലോ അവര് മോശമാണെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ കൂടെ കൂടിയെന്ന് ആലോചിക്കുമ്പോഴാ ദേഷ്യം എന്ന് വേലു പറയുമ്പോഴേക്കും അമല് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ഞാനല്ലേ, അതന്നെയാ ആ വേലുവേട്ടൻ ഞാൻ പറഞ്ഞത്, എനിക്ക് വേലുവേട്ടന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു യോഗ്യതയില്ല, ഞാനൊരു ചീത്ത പെണ്ണ എന്ന് പറയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കല്യാണി പുറത്തു നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. കല്യാണിക്ക് ടെൻഷൻ ആവാണ്, ഇവിടെ എല്ലാ സത്യങ്ങളും പറയോ എന്നൊരു ടെൻഷൻ. വീണ്ടും പറയുന്നുണ്ട്, നീ എന്താ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞത്, നീ ഒരു ചീത്ത പെണ്ണുമല്ല, നീ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് പഠിപ്പും വിവരവും അതുപോലെ തന്നെ സൗന്ദര്യമുള്ള അവനെ കണ്ടപ്പോഴേക്കും നീ അറിയാതെ അവനൊന്ന് സ്നേഹിച്ചു പോയി, അത്രയല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. ഞാനുണ്ട് നിന്റെ കൂടെ, നോക്ക് കിരൺ സാറ് പറഞ്ഞിരിക്കണതേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഒരു വീടോ സ്ഥലമോ വാങ്ങിച്ചു തരാന്നാണ്, പക്ഷെ നമുക്ക് നമ്മുടെ കാട് വിട്ട് വരാൻ പറ്റില്ലല്ലോ മോളെ, നമുക്ക് നമ്മുടെ മലദൈവങ്ങളും കാടും തന്നെയല്ലേ ഏറ്റവും വലുത്. പിന്നെ കാർത്തിക ചേച്ചി ഇല്ലേ, കല്യാണിച്ചിലെ ചേച്ചി കാർത്തിക ചേച്ചി, ചേച്ചിക്ക് ബിസിനസ്സാ, ആ ബിസിനസ് ഇപ്പൊ തേന്റെ ബിസിനസ് തുടങ്ങിയാലൊന്ന് ഒരു ആലോചനയുണ്ട്, അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തേനെല്ലാം തന്നെ മേടിച്ചോളന്നാ പറഞ്ഞത്, നാട്ടിൽ വന്ന് തേൻ വേണോ തേൻ വേണോന്ന് വിളിച്ച് കാറുണ്ടല്ലോ, കാർത്തിക ചേച്ചി എല്ലാ തേനും എടുത്തോളും എന്ന് പറയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു മോളെ, ഇനി ഒരു കുഴപ്പമില്ല, ഇനി നാട്ടിലേക്ക് പോയാൽ നമ്മുടെ വിവാഹം നടത്തണം. വിവാഹോ ഇത്ര പെട്ടെന്നോ? അതെ, എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ കിരൺ സാർ പറഞ്ഞിരിക്കുന്നത്. കിരൺ സാറിന്റെ കല്യാണ മേടത്തിന് ഇവിടെ എല്ലാവരുടെയും സഹായം നമുക്കുണ്ടാകും. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ നടന്നത് ഇവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി കൊണ്ടിട്ടായിരിക്കും, മോൾ ഒന്നും കൂടി ടെൻഷൻ ആവണ്ട, ഞാൻ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേലു ആത്മവിശ്വാസം കൊടുക്കാണ് അമലുവിന് കേട്ടോ. അതേസമയം കല്യാണി ആണെങ്കിൽ പുറത്തിങ്ങനെ നിൽക്കാണ്. കല്യാണി ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴേക്കും അമ്മുമ്മ കല്യാണിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. എന്തെന്ന്? അല്ല, കുഞ്ഞിനെ കളഞ്ഞോന്ന്. അമ്മ വെറുതെ ആവശ്യമാത്തത് പറയട്ടോ, അങ്ങനെയൊന്നുമില്ല. ആ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആ പെൺകൊച്ചിന്റെ മട്ടും മാവൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ എന്താന്നൊക്കെ വിചാരിച്ചു എന്ന് പറയണം. ശേഷം കല്യാണി പറയണ്ട്, അതെ, ആ അമ്മുമ്മ, ആ കല്യാണി മോള് നുണയൊന്നും പറയണ്ട, എന്തിനുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും അത് അമ്മുമ്മ വേറെ അർത്ഥം പറയരുത്, അമ്മമ്മ സംശയിച്ചത് സത്യമായിരുന്നു, അവൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അല്ല, ഇത്രയും സമയം താമസിച്ചു വന്നപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും സമയം താമസിച്ചു വരേണ്ട കാര്യമുണ്ടോ, അത് കിരണേട്ടന്റെ അച്ഛൻ അവിടെയല്ലേ കിടക്കുന്നത്, അതൊക്കെ ശരിയാണ്, പക്ഷെ ആ കൊച്ചിന്റെ ക്ഷീണവും കിടപ്പൊക്കെ കാണുമ്പോഴേക്കും സംശയിക്കില്ലേ, അത് സത്യമാണ് അമ്മ സംശയിച്ചത്, പക്ഷെ അടുത്ത് പറയില്ല കേട്ടോ, പ്രത്യേകിച്ച് വേലു അതുപോലെ തന്നെ വേലുവിന്റെ അമലുവിന്റെ അമ്മ എന്ന് ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. അത് ചെയ്താലും നന്നായി മോളെ എന്ന് പറയാണ് അമ്മമ്മ. എന്തായാലും ഇങ്ങനത്തെ ഒരു ചതിയനാ, ഇത്ര അവന്റെ ഓരോരോ ചതികൾ കേൾക്കുമ്പോഴേ അവനോടുള്ള ദേഷ്യം കൂടി കൂടി വരുവാണ്. എനിക്കെങ്ങാനും അവനെ കൊല്ലാനുള്ള ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ അവനെ കൊന്നാനെ, എന്നിട്ട് ജയിലിൽ പോയി കിടന്നാനെ, എന്തായാലും ഞാനിപ്പോ അനാഥാലയത്തിലാ കിടക്കുന്നത്, പിന്നെ ജയിലിൽ പോയി കിടന്ന എന്താ കുഴപ്പം, കുറച്ച് സമാധാനവും സന്തോഷം ഉണ്ടാവും, ഇങ്ങനത്തെ ഒരുത്തനെ കൊന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ സംശയം തോന്നുന്നതാണ് ഗർഭിണിയാണെന്ന്, കാരണം എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും മോളെ, കാരണം മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടിലുള്ള സമയത്തെ അന്ന് പ്രകാശം കല്യാണം കഴിച്ചത് ലക്ഷ്മിനെയായിരുന്നു, അപ്പൊ അവിടുത്തെ ഒരു വൈറ്റാട്ടി ഉണ്ടായിരുന്നു, അവരുടെ കൂടെ പേരിനെ സഹായിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, അമ്മമ്മ ഈ കാര്യം ആരോടും പറയില്ല കേട്ടോ, ഞാനായിട്ട് ആരോടും പറയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അവിടുന്ന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് കിരണിനെ രതീഷിനെ കാദംബരിനെ ആയിട്ടോ, അവര് പുറത്ത് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യുവാണ്. ആ സമയത്ത് നമ്മുടെ രതീഷ് പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ബൈക്കുകാരൻ വാ പൊളിച്ചിട്ട് ഇവരുടെ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിങ്ങനെ ഒളിഞ്ഞു നോക്കണ പോലെ നോക്കണം, അയാൾ സാധാരണ ഒരു വഴിയാത്രക്കാരനാണെന്ന് തോന്നുന്നു. അപ്പൊ അയാളെ കാണുമ്പോൾ തന്നെ രതീഷ് കിരണിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, കിരൺ സാറേ അങ്ങോട്ട് നോക്കിക്കേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കാണ്. കിരൺ നോക്കുമ്പോഴേക്കും ഒരാളിങ്ങനെ ഗേറ്റിലൂടെ ഒളിഞ്ഞു നോക്കുക കേട്ടോ. കിരൺ അപ്പൊ തന്നെ അത് അവിടെ തന്നെ ഇട്ടിട്ട് ഗേറ്റ് ഇങ്ങനെ ചാടി കിടക്കാണ്. നിക്കടാ എന്ന് അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് ആ ബൈക്കാരൻ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. രതീഷും കാദംബരി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രതീഷ് പറഞ്ഞ ആരായിരിക്കും അത്, അവന്റെ ആൾക്കാർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം, ഈ ജംഗ്ഷനിൽ പോലീസുകാരുണ്ടായിരുന്നല്ലോ, അവർ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം, വിളിക്ക് സാറേ എന്ന് രതീഷും പറയാണ്. ആ സമയത്ത് കാദംബരി പറഞ്ഞു, ഹോ അവന്റെ ധൈര്യം വല്ലാത്തൊരു ധൈര്യം തന്നെ, എന്തായാലും ഇത് അവനായിരിക്കില്ല, അവന്റെ കൂട്ടാളികളായിരിക്കും, എന്തായാലും കാര്യങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കണം. രതീഷ് പറയുന്നുണ്ട്, അതെ എന്തായാലും കല്യാണത്തിന് മുമ്പ് വരെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ
അവരുടെ കൂടെ പോകാൻ പറ്റില്ലല്ലോ എന്ന് രതീഷ് പറയാണ്. അപ്പൊ കാദംബരി പറഞ്ഞ ഹണിമൂണൊന്നും വേണ്ടെന്നേ, ഇത്രയും അവനൊരു പുറത്തിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ കിരൺ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കിരൺ സാറേ ഞങ്ങൾ പറയുമായിരുന്നേ ഈ ഹണിമൂണും അവരുടെ ബന്ധുക്കളെ കാണാൻ പോക്കൊന്നും വേണ്ടാന്ന് പറയാനായിട്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രതീഷെ, ദിലീപിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട്. ഹണിമൂണിനും ബന്ധുക്കളുടെ വീട്ടിലേക്കുള്ള വരുന്നു പോക്കൊന്നും കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന്. അതേതായാലും നന്നായി സർ എന്ന് പറയാണ്. ഹോ എന്നാലും വല്ലാത്തൊരു ജന്മം തന്നെ, ഇത്രയൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ടും അവന്റെ ആൾക്കാർ വന്ന് ഒളിഞ്ഞു നോക്കി പോണത് കണ്ടില്ലേ എന്ന് രതീഷും പറയാട്ടോ. അതിനുശേഷം കാണിക്കണ അമലുവിനെയാണ്. അമലു ഇങ്ങനെ കിടക്കണ സമയത്ത് അമലുവിന്റെ അടുത്ത് കല്യാണിയും കാർത്തിക വന്നിരിക്കുന്നു കേട്ടോ. കല്യാണിയും കാർത്തിക പറയുന്നുണ്ട്, അമലു നീ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാരും കൂടെ തന്നെയില്ലേ എന്ന് പറയുമ്പോൾ അമലു പറയുന്നുണ്ട്, നിങ്ങളെല്ലാരും കാട് കയറാൻ വന്നവരാണെന്നോ, കാട് നശിപ്പിക്കുമെന്നോ, കാട്ടിലെ മൃഗങ്ങളെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഞങ്ങളുടെ കൂടെ കൂടിയത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അവൻ അതല്ല അതിനപ്പുറവും പറയും, അത് അവൻ അങ്ങനത്തെ ഒരുത്തനാ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അമലുവിനെ അറിയോന്നറിയില്ല, ചിലപ്പോ കല്യാണി പറഞ്ഞു കാണുമായിരിക്കും. ഗംഗപ്രസാദ് കല്യാണിയുടെ അമ്മേനെ 2 മാസം മുമ്പാണ് കുത്തിക്കൊന്നത്. അത് അന്ന് എന്നെയും എന്റെ അമ്മേനെയും കൊല്ലാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് കല്യാണിയുടെ അമ്മ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാ കുത്തുകൊണ്ടത് എന്നിങ്ങനെ പറയാട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അമലുവിന് വിഷമം കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണി പറഞ്ഞത്, എന്തായാലും ഇതിപ്പോ സംഭവിച്ചത് നന്നായി, അവൻ കുറച്ചു നാൾ കൂടി കാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായാനെ, ഇതിനേക്കാളും അപ്പുറമായാനെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ കാട്ടിൽ നിന്ന് പോയത് നന്നായി മോളെ എന്ന് പറയാണ്. കാർത്തിക പറയുന്നു കേട്ടോ, അതെ ക്രിസ്മസിന്റെ അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അവൻ ഇവിടെ വന്നിരുന്നു എന്നെ അമ്മേനെയും കൊല്ലാനായിട്ട്, അന്ന് അവനിവിടെ നിന്ന് ഓടിപ്പോയത് എന്ന് പറയണം. അപ്പോ അമല് പറയുന്നുണ്ട്, അവൻ നമ്മുടെ നാട്ടിലെ ക്രിസ്മസിന്റെ സമയത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ കരോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും അന്ന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലാണ് അവിടേക്ക് പോകുന്നത്. അന്ന് ആ വേഷം ഞാൻ അവനെ കാണിച്ചിരുന്നു. അന്ന് ആ വേഷം ഇട്ടായിരിക്കും അവൻ ഇവിടെ വന്നത്. രാവിലെ ഒരുപാട് താമസിച്ചാവൻ വന്നത്. അന്ന് അവനെ കാണാതായപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. വേലുവേട്ടൻ പറഞ്ഞു അവൻ കൊള്ളരുതാത്തവനാണ്, അവന് ഇവിടുന്ന് ഓടിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേലുവേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തി, വഴക്ക് പറഞ്ഞു, അപ്പയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾപ്പിച്ചു എന്നൊക്കെ പറയാണ്. എന്നിട്ട് അതൊക്കെ പറഞ്ഞ അമലു കരയാട്ടോ. കല്യാണി പറയുന്നുണ്ട്, അമലു നീ ഇങ്ങനെ കരയല്ലേ, നോക്ക് ഇനി നീ കരയണ്ട, ഇനി സന്തോഷിക്കേണ്ട സമയമാണ്, പഴയതൊക്കെ കഴിഞ്ഞു, ഇനി വേലുവായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നീ ജീവിക്കണം. ഇനി വേലുവായിട്ടുള്ള കല്യാണത്തിന്റെ സ്വപ്നങ്ങൾ മാത്രം നീ കണ്ടാൽ മതി. നിന്റെ വേലുവിന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം. നീ വേലുവിന്റെ കല്യാണം വേണമെങ്കിൽ കാട്ടി വെച്ച് നടത്താം, എന്നിട്ട് ആഘോഷങ്ങളൊക്കെ ഇവിടെ നടത്താം. അതെങ്ങനെയുണ്ട്? അപ്പൊ കാർത്തിക പറയണ്ട്, അതെ അത് നല്ലൊരു ഐഡിയ ആട്ടോ അമലു. അതായത് കല്യാണവും ചടങ്ങുകളും നിങ്ങൾക്ക് നില മലദൈവങ്ങളെ വിശ്വാസമാണല്ലോ, അപ്പൊ ആ ദൈവത്തിന് മുമ്പ് വെച്ച് കല്യാണം നടത്താം. അതിനുശേഷമുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ വെച്ച് നടത്താം, ആഘോഷമാക്കി തന്നെ നടത്താം എന്ന് കാർത്തികൻ പറയണം. ആ സമയത്ത് കമലും അതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, അത് മാത്രല്ല നീ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കല്ലേ, ഇവിടെ എല്ലാവരുടെ കൂടെ പണിയെടുക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സംസാരിക്കുകയാണെങ്കിലും എല്ലാവരുടെയും കൂടെ അപ്പൊ തന്നെ നിന്റെ മനസ്സിന്റെ വിഷമമൊക്കെ അങ്ങോട്ട് പോയിക്കോളും എന്ന് കാർത്തിക പറയാണ്. അതിനുശേഷം കാർത്തിക നേരെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് ദിലീപിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ ദിലീപ് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ കാർത്തു, എന്ത് ചെയ്യാ? ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു. ദിലീപേട്ടൻ എന്ത് ചെയ്യാ? അതോ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഓ അപ്പൊ വെള്ളമടിയാണല്ലേ? ഞാൻ വെള്ളമടിക്കില്ല, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വെള്ളമടിക്കില്ലെന്ന്. അല്ല കുറച്ചൊക്കെ വെള്ളമടിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ എന്ന് കാർത്തിക പറയുമ്പോ, ഞാൻ ഒട്ടും തൊടത്തില്ല, അവരുടെ കൂടെ വെള്ളമടിക്കുമ്പോ ഒന്ന് കൂടും അത്രേ ഉള്ളൂ, അല്ലാതെ കുടിക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നാളെ അങ്ങോട്ട് വരും. നാളെയോ മറ്റന്നാളാണെന്നാണല്ലോ കല്യാണിയും കിരണൊക്കെ പറഞ്ഞത്. അതെ മറ്റന്നാളെന്നാണെന്നാ വിചാരിച്ചത്, പക്ഷെ നാളെ അങ്ങോട്ട് വരാതെ വിചാരിച്ചു. എന്റെ 2-3 ഫ്രണ്ട്സേ കല്യാണത്തിന് ഉണ്ടാവില്ല, അപ്പൊ നാളെ അങ്ങോട്ട് വന്നിട്ട് അവർക്കൊന്ന് കണ്ടിട്ടൊക്കെ പോകാലോ. ശരി, പിന്നെ സൂക്ഷിക്കണം ദിലീപേട്ട, ഇവിടെ ഒരു കുഴപ്പമില്ല, അവനെങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി വരണമെങ്കിൽ വരട്ടെ, എനിക്കൊരു പേടിയില്ല എന്നൊക്കെ ദിലീപ് പറയാട്ടോ. ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വെക്കാണ്. അപ്പൊ ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, ദിലീപേട്ടനെ വിളിച്ചത് ആണോ? എന്ത് പറഞ്ഞു? ദിലീപേട്ടൻ ഓവർ കോൺഫിഡൻസിലാണ് അമ്മേ, അത്രയും കോൺഫിഡൻസ് ഒന്നും വേണ്ടെന്ന് പറ മോളെ, അറിയാലോ അവന്റെ സ്വഭാവം ഗംഗപ്രസാദിന്റെ എന്ന് പറയാണ്. എനിക്കറിയാമേ, എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണോന്നൊക്കെ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്ന ഗംഗപ്രസാദിനെയാണ്. അവരുടെ 2 കൂട്ടുകാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗംഗപ്രസാദ് പറഞ്ഞു, ഹോ നീയൊക്കെ പുറത്തു പോയിട്ട് വരുമ്പോ വരെ എനിക്ക് ടെൻഷനാണ്, കാരണം നിന്നെ പിടിച്ചാലും എന്നെ പിടിക്കാൻ വളരെ എളുപ്പമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഗുണ്ട പറയുന്നുണ്ട്, ഹോ എന്നാലും എന്റെ ഗംഗയെ നിനക്ക് നല്ലൊരു ചാൻസ് അന്ന് ക്രിസ്മസ് ദിവസം കിട്ടിയത്, രണ്ടിനെയും കൊല്ലാനുള്ള ചാൻസ് അത് മിസ്സാക്കിയതാ വലിയ പ്രശ്നമായത് എന്ന് കൂട്ടുകാരൻ പറയുമ്പോ ഗംഗ പറയുന്നുണ്ട്, എടാ അങ്ങനെയാണെങ്കിൽ അവരും കുറെ ചാൻസ് മിസ്സാക്കിയിട്ടില്ലേ? ഈ കിരൺ 2 പ്രാവശ്യം എന്നെ കൊല്ലാൻ അവസരം കിട്ടിയതാ, 2 പ്രാവശ്യം അവൻ മിസ്സാക്കിയില്ലേ? നമ്മൾ മിസ്സാക്കുമ്പോ അതുപോലത്തെ കാര്യങ്ങൾ അവർക്കും മിസ്സാവുന്നുണ്ട്.
അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലടാ. എന്തായാലും ഈ പ്രാവശ്യം അവളുടെ കല്യാണ ദിവസം ഞാൻ എന്തായാലും അവിടേക്ക് പോകുന്നുണ്ട്, അവരെ കൊല്ലാനായിട്ട്. എന്റെ അച്ഛന്റെ ഇതാ വരാൻ പോണത്, ഓർമ്മ ദിവസമാണ് വരാൻ പോണത്. അന്ന് അയാളുടെ കൂടെ ആർക്കാണ് ടിക്കറ്റ് കിട്ടാൻ പോണത് നോക്കാം. എനിക്ക് കിട്ടില്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. പിന്നെ ആ കാർത്തികനും ലക്ഷ്മി അമ്മേനെയും കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഒരു മനുഷ്യ ബോംബായിട്ട് പോയിട്ട് ഞാൻ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കാനും റെഡിയാടാ. പിന്നെ സ്റ്റെഫീനെ ആലോചിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പെന്തിരിയണത് എന്ന് നമ്മുടെ ഗംഗപ്രസാദ് ഇങ്ങനെ കൂട്ടുകാരോട് പറയും കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ അങ്ങനെ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങാട്ടോ. അങ്ങനെ പരോളിന് ഇറങ്ങിയ ശേഷം മനോഹർ പുറത്തൊക്കെ ഒന്ന് നോക്കുവാണ്. അതിനുശേഷം നടന്നു പോകുമ്പോൾ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ആദ്യം എന്റെ മോളേന്ന് പോയി കാണണം, മോളെടുക്കണം, ഒരു ഉമ്മ കൊടുക്കണം. എന്തായാലും അതാണ് ആദ്യം നടക്കേണ്ടത്, എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളെ കാണാൻ വേണ്ടി മനോഹർ ഇങ്ങനെ നടക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.